ഡൽഹി നിയമസഭാ വോട്ടെടുപ്പിന് ശേഷം ബി.ജെ.പിക്ക് മുൻതൂക്കം പ്രവചിച്ച് എക്സിറ്റ് പോൾ സർവേകൾ. വിവിധ ഏജൻസികളുടെ എക്സിറ്റ് പോൾ ഫലം പുറത്തുവന്നു തുടങ്ങി. ബി.ജെ.പിക്ക് മുൻതൂക്കം നൽകുന്ന കണക്കുകളാണ് പുറത്തുവരുന്നത്. വിവരങ്ങളുമായി അതുല്യ രാമചന്ദ്രൻ ചേരുന്നുണ്ട്. അതുല്യ, എന്തൊക്കെ കാര്യങ്ങളാണ് എക്സിറ്റ് പോളുകളിൽ പറയുന്നത്? കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? ആദിരാസിയസ്, നിലവിൽ 70 നിയമസഭാ സീറ്റുകളിലേക്കാണ് ഡൽഹിയിൽ വോട്ടെടുപ്പ് നടന്നിട്ടുള്ളത്. ഈ 70 സീറ്റുകളിലേക്കായി 699 സ്ഥാനാർത്ഥികളാണ് മത്സരിച്ചിട്ടുണ്ടായിരുന്നത്. നിലവിൽ AAPക്ക് അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടിക്ക് എന്തായാലും അധികാരം നഷ്ടമാകും എന്ന തരത്തിലാണ് എക്സിറ്റ് പോൾ സർവേ ഫലങ്ങളെല്ലാം തന്നെ പുറത്തു വന്നിരിക്കുന്നത്. രാജ്യ തലസ്ഥാനം BJP തൂത്തുവാരും എന്നാണ് മിക്ക സർവേ ഫലങ്ങളിലും ഉറപ്പിച്ചു തന്നെ പറയുന്നത്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകൾ നോക്കുകയാണെങ്കിൽ 2015 67 സീറ്റുകളാണ് ഡൽഹി നിയമസഭയിൽ ആം ആദ്മി പാർട്ടി നേടിയത്. 2020 എത്തുമ്പോൾ അത് 62 സീറ്റുകളായിരുന്നു. അത്തരത്തിൽ വലിയ ഒരു ഭൂരിപക്ഷം അല്ലെങ്കിൽ മിക്കവാറും സീറ്റുകൾ നേടിയ ഒരു പാർട്ടിയാണ് ഇത്തവണ ഇത്തരത്തിൽ തകർന്നടിയും എന്ന എക്സിറ്റ് പോളുകൾ പ്രവചിച്ചിട്ടുള്ളത്. അതേസമയം BJPക്ക് 70 സീറ്റിൽ 51 മുതൽ 60 സീറ്റുകൾ വരെ ലഭിക്കും എന്നതാണ് എക്സിറ്റ് പോളുകളിൽ ശരാശരിയായി പ്രവചിപ്പിക്കപ്പെടുന്നത്. പീപ്പിൾസ് പൾസ് സർവേ അനുസരിച്ച് BJPക്ക് 51 മുതൽ 60 സീറ്റുകൾ വരെ വരും എന്ന് പറയുമ്പോൾ മെട്രിക് സർവേ പറയുന്നത് BJPക്ക് 39 മുതൽ 45 സീറ്റുകൾ വരെ ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നാണ്. പീപ്പിൾസ് ഇൻസൈറ്റ് സർവേ കണക്ക് പ്രകാരം BJPക്ക് 49 സീറ്റുകൾ വരെ ലഭിക്കാം. ചാണക്യ സർവേ പ്രകാരം BJPക്ക് 45 സീറ്റുകൾ വരെ ലഭിക്കാം. അതേസമയം ആം ആദ്മി പാർട്ടിക്ക് മിക്ക സർവേ ഫലങ്ങളും പ്രവചിക്കുന്നത് 21 മുതൽ അല്ലെങ്കിൽ ഒരു 20നും 30നും ഇടയിലുള്ള സീറ്റുകളാണ് ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം മിക്ക സർവേകളും പ്രവചിച്ചിട്ടുള്ളത്. ചാണക്യ സ്ട്രാറ്റജീസിന്റെ സർവേ ഫലം അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ആം ആദ്മി പാർട്ടിക്ക് 30 സീറ്റിന് മുകളിൽ പോകാൻ കഴിയില്ല എന്നാണ് അവർ പറയുന്നത്. പീപ്പിൾസ് പൾസ് സർവേ ആണ് നമ്മൾ നോക്കുന്നത് എങ്കിൽ 20 സീറ്റുകൾ വരെ മാത്രമാണ് അവർ ആം ആദ്മി പാർട്ടിക്ക് പ്രവചിക്കുന്നത്. അതേസമയം BJPക്ക് 60 സീറ്റുകൾ വരെ പ്രവചിക്കുന്നുണ്ട്. പീപ്പിൾസ് ഇൻസൈറ്റ് സർവേ ആണെങ്കിൽ ആം ആദ്മി പാർട്ടിക്ക് 25 മുതൽ 29 സീറ്റുകൾ വരെയാണ് പ്രവചിക്കുന്നത്. JVC പോൾസ് പ്രകാരം BJP 45 മുതൽ 50 സീറ്റുകളിൽ വരെ വിജയം നേടും എന്ന് പറയുമ്പോൾ ആം ആദ്മി പാർട്ടിയുടേത് 22 മുതൽ 31 സീറ്റുകൾ വരെയായി ഒതുങ്ങുന്നുണ്ട്. PMark സർവേ നോക്കുകയാണെങ്കിൽ BJP 39 മുതൽ 49 സീറ്റുകൾ വരെ വിജയിക്കും. അതേസമയം ആം ആദ്മി പാർട്ടി 21 മുതൽ 31 വരെ സീറ്റുകളിൽ മാത്രമാണ് വിജയിക്കുക. ഇതിന്റെ ഒരു ശരാശരി നോക്കുകയാണെങ്കിൽ മിക്കവാറും സർവേകളെല്ലാം തന്നെ പ്രവചിക്കുന്നത് BJPക്ക് ഒരു 40ന് മുകളിലും 60നിടയിലും ഉള്ള സീറ്റുകൾ ലഭിക്കും എന്നാണ്. അതേസമയം ആം ആദ്മി പാർട്ടിയുടെ സീറ്റ് ശതമാനം അല്ലെങ്കിൽ സീറ്റുകളുടെ എണ്ണം എന്ന് പറയുന്നത് 20നും 35നും ഇടയിൽ ഒതുങ്ങിപ്പോകും എന്നാണ്. 35 അല്ലെങ്കിൽ 30ന് മുകളിലേക്ക് ആം ആദ്മി പാർട്ടിക്ക് വിജയം പ്രവചിക്കുന്ന സർവേകളുടെ എണ്ണം വളരെ കുറവാണ്. 25 അല്ലെങ്കിൽ 25ൽ താഴെ മാത്രമാണ് മിക്ക സർവേകളും ആം ആദ്മി പാർട്ടിക്ക് വിജയം അല്ലെങ്കിൽ സീറ്റുകളുടെ വിജയം പ്രവചിക്കുന്നത്. അതേസമയം എടുത്തു പറയേണ്ട ഒന്ന് കോൺഗ്രസ് തകർന്നടിയും എന്നുള്ളതാണ്. പല സർവേകളുടെയും ഫലം അനുസരിച്ച് കോൺഗ്രസിന് സീറ്റുകളൊന്നും ലഭിക്കില്ല എന്നാണ്. PMarkന്റെ സർവേ ഫലം അനുസരിച്ച് കോൺഗ്രസിന് ഒരു സീറ്റ് ലഭിക്കാൻ സാധ്യതയുണ്ട്. ചാണക്യ സ്ട്രാറ്റജീസിന്റെ സർവേ ഫലം അനുസരിച്ച് കോൺഗ്രസിന് 2-3 സീറ്റുകൾ മാത്രം ലഭിക്കാനാണ് സാധ്യത. അതേസമയം പീപ്പിൾസ് പൾസ്, പീപ്പിൾസ് ഇൻസൈറ്റ് മുതലായ സർവേകളൊക്കെ തന്നെ കോൺഗ്രസിന് 0 സീറ്റുകൾ അല്ലെങ്കിൽ ഏറ്റവും കൂടിപ്പോയാൽ 1 സീറ്റ് മാത്രമായിരിക്കും ലഭിക്കുക എന്നാണ് പ്രവചിക്കുന്നത്. എന്തായാലും ഇന്ത്യ മുന്നണിയായി മത്സരിക്കാതെ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസുമായി തന്നെ മത്സരിക്കുമ്പോൾ ഇത്തരത്തിൽ വോട്ട് വിഭജിച്ച് പോകും എന്നൊരു ആശങ്കയുണ്ടായിരുന്നു. പക്ഷേ ഒരുമിച്ചല്ലാതെ തന്നെ ഒരു സഖ്യമായി തന്നെ മത്സരിച്ചാൽ പോലും വലിയൊരു വ്യത്യാസം ഉണ്ടാക്കാൻ കഴിയുന്ന രീതിയിലല്ല എക്സിറ്റ് പോളിന്റെ പ്രവചനങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. വലിയൊരു ഭൂരിഭാഗവും പ്രവചിക്കുന്നത് 70 സീറ്റുകളിലെ ഭൂരിഭാഗം സീറ്റുകൾ അല്ലെങ്കിൽ വിജയിക്കാൻ ആവശ്യമായ സീറ്റുകൾ BJP വളരെ അനായാസം മറികടക്കും എന്ന് തന്നെയാണ്. ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം സർക്കാരിന്റെ സമയത്ത് ഉയർന്നു വന്നിരുന്ന അപവാദങ്ങളും അതുപോലെ തന്നെ ദില്ലി മദ്യനയ അഴിമതി കേസ് അടക്കമുള്ള കാര്യങ്ങളും സ്വന്തം പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ സ്വാതി മലിവാൾ MP ഭാഗത്തു നിന്നുണ്ടായ ആരോപണങ്ങളും അതിനെ തുടർന്നുണ്ടായ അവരുടെ നടപടികളും അടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ ആം ആദ്മി പാർട്ടിക്ക് തിരിച്ചടിയായിട്ടുണ്ട് എന്ന് തന്നെ വേണം കരുതാൻ. എന്തായാലും എക്സിറ്റ് പോൾ ഫലങ്ങൾ ശരിയാകുമോ എന്ന് അറിയാൻ ഇനി ബാക്കിയുള്ള 2 ദിവസങ്ങൾ കൂടിയാണ്. 8-ാം തീയതിയാണ് വോട്ടെടുപ്പ് നടക്കുക, വോട്ടെണ്ണൽ
വോട്ടെണ്ണൽ നടക്കുക. അന്നറിയാം രാജ്യ തലസ്ഥാനം ആർക്കൊപ്പമാണ്, തലസ്ഥാനം ഭരിക്കാൻ പോകുന്നത് ആരാണ്, ആം ആദ്മി പാർട്ടി വീണ്ടും ഒരു ഊഴം കൂടി ആം ആദ്മി പാർട്ടിക്ക് ലഭിക്കുമോ എന്നുള്ളതെല്ലാം 8-ാം തീയതി നമുക്കറിയാം. എന്തായാലും നിലവിൽ എക്സിറ്റ് പോൾ ഫലങ്ങൾ അല്ലെങ്കിൽ ഈ അഭിപ്രായ സർവേകൾ അനുസരിച്ച് BJPക്ക് തന്നെയാണ് കൃത്യമായ മുൻതൂക്കം പ്രവചിക്കപ്പെട്ടിട്ടുള്ളത്. ശരി അതുല്യ, ഡൽഹി നിയമസഭാ വോട്ടെടുപ്പിന് ശേഷം BJPക്ക് മുൻതൂക്കം പ്രവചിച്ച് എക്സിറ്റ് പോൾ സർവേകൾ, വിവിധ ഏജൻസികളുടെ എക്സിറ്റ് പോൾ ഫലങ്ങളാണ് പുറത്തു വന്നത്. BJPക്ക് മുൻതൂക്കം നൽകുന്ന കണക്കുകളാണ് പുറത്തു വരുന്നത്. ഈ എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ പ്രവചിച്ചപ്പോൾ എല്ലാം ശരിയാകുമോ എന്നുള്ള ഒരു കാത്തിരിപ്പിലാണ് ഇനി എല്ലാവരും. വിവരങ്ങൾ നൽകുകയാണ് അതുല്യ രാമചന്ദ്രൻ.